ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIMന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അത്തരം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. CPIMനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല. വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ CPIMനെയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല. ഒരു കാരണവശാലും PV അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. നമസ്കാരം. 18 കൊല്ലം ഒരു ഇടത് സ്വതന്ത്ര MLA ആയി തുടരുന്ന KT ജലീലിന് ഇക്കാലം കൊണ്ട് നേടാനായ ഇടത് ബോധ്യം ഇന്ന് ജനങ്ങൾക്കും മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർക്കും നന്നായി ബോധ്യപ്പെട്ടു. ജലീൽ അൻവറിൻ്റെ പിന്നാലെ CPIMനെ തള്ളിപ്പറഞ്ഞ് അൻവർ ഉണ്ടാക്കുന്ന പുതിയ പാർട്ടിയിൽ ചേരും എന്ന് പ്രചരിപ്പിച്ചവരുടെ കരണത്തേറ്റ അടിയായി KT ജലീലിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. അൻവറിൻ്റെ വെളിപ്പെടുത്തൽ പോലെ CPIMനും സർക്കാരിനും എതിരായി തെളിവില്ലാത്ത വെളിപാടുകൾ നിരത്തും എന്ന് പ്രതീക്ഷിച്ച ഇടത്ത് താൻ ഉറച്ച CPIM സഹയാത്രികനായി തുടരും എന്നാണ് ജലീൽ പറഞ്ഞത്. അത് വെളിപ്പെടുത്തലായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച ജലീലിൻ്റെ മുന്നിൽ ഇളിഭ്യരായി നോക്കി നിൽക്കാനായിരുന്നു ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ യോഗം. അൻവറിൻ്റെ വാലും തുമ്പുമില്ലാത്ത വർഗീയത നിറഞ്ഞ ജൽപ്പനങ്ങൾക്ക് ബദലായി കൃത്യമായ മറുപടി കൊടുത്ത് ജലീൽ താരമായി. തന്നെ ആരും കോടാലിയാക്കില്ല എന്ന് ഉറപ്പിച്ച് ജലീൽ പറയുമ്പോൾ ജലീലിനെ സംശയ നിഴലിൽ നിർത്തിയ മാധ്യമങ്ങളാണ് വെട്ടിലായത്. പാർട്ടി പറഞ്ഞാൽ അൻവറിനെതിരെ പ്രചാരണത്തിനിറങ്ങും എന്നുവരെ ജലീൽ പറയുമ്പോൾ ജലീലിന് വിരമിക്കാറായിട്ടില്ല എന്ന് രാവിലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതും ഓർമ്മയിലെത്തും. തനിക്ക് പണി തന്ന മാധ്യമങ്ങളെ തൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്ക് മനോഹരമായി ഉപയോഗിച്ച KT ജലീലിനെയാണ് ഇന്ന് മലപ്പുറം കണ്ടത്. അൻവറിൻ്റെ പ്രതീക്ഷകൾ മാത്രമല്ല മങ്ങിപ്പോയത്, അൻവറിൻ്റെ പാതയിൽ എത്തിയില്ലെങ്കിലും അഴകൊഴമ്പൻ നിലപാടുമായി അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുന്ന ജലീലിനെ പ്രതീക്ഷിച്ച പ്രതിപക്ഷത്തിനും അതുവച്ച് CPIMനെതിരെ മോർണിംഗ് കോഫി സ്പെഷ്യൽ ചർച്ചയിൽ തുടങ്ങി ഈവനിംഗ് കോൺഫറൻസും രാത്രിയിലെ ഡിബേറ്റും തമ്മിൽ തല്ലും ഷെഡ്യൂൾ ചെയ്ത മാധ്യമങ്ങൾക്കും വൻ തിരിച്ചടി. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇന്നത്തെ അതിഥികൾ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, വീക്ഷണം മുൻ എഡിറ്റർ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ N ശ്രീകുമാർ, ഒരു കാരണവശാലും അൻവറിൻ്റെ രീതികളോട് യോജിക്കില്ല, ഇടത് സഹയാത്രികനായി തുടരും, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ പിണറായി അല്ലാതെ ആരെയാണ് ഇവരൊക്കെ മുന്നിൽ നിർത്തുക, സംഘപരിവാറിനെ ചെറുത്തു നിൽക്കുന്ന പ്രധാന ശക്തി CPIM ആണ്, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും CPIMനെ തള്ളിപ്പറയില്ല. KT ജലീൽ ഇന്ന് വൈകുന്നേരം പറഞ്ഞതാണ്. കാത്തിരുന്നത് ഇത് കേൾക്കാനല്ലല്ലോ പലരും. ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇടയ്ക്ക് വഴിയെ പറഞ്ഞു പോകാം. ഞെട്ടിയോ താങ്കൾ? ഡോക്ടർ ലാലെ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ തുടക്കത്തിലേ തന്നെ കയറി ഇടപെട്ട് എൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തരുതെന്നൊരു അപേക്ഷയുണ്ട്. അതായത് KT ജലീൽ ഇന്നിങ്ങനെ പറയണമെന്ന് ഒരു മാധ്യമമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ആവശ്യപ്പെട്ടിട്ടില്ല. PV അൻവറിൻ്റെ പ്രശ്നം വന്നപ്പോൾ KT ജലീൽ സ്വയം ഒരു ദിവസം പറയുകയാണ്, ഒക്ടോബർ 2-ാം തീയതി ഞാനും ചിലത് വെളിപ്പെടുത്തുമെന്ന്. പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തുമെന്ന്.
രാവിലെ പുസ്തക പ്രകാശനം, വൈകിട്ട് വെളിപ്പെടുത്തൽ. ഇത് ഏത് മാധ്യമമാണെങ്കിലും അത് വാർത്തയാക്കും. അത് കെ ടി ജലീൽ എന്തു പറയണമെന്നോ കെ ടി ജലീൽ എങ്ങോട്ട് പോകണമെന്നോ ഒക്കെ ഓരോ മാധ്യമങ്ങളും അവരുടെ ഇഷ്ടമനുസരിച്ചൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. ജലീൽ ഇന്ന് പത്രങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ CPM സഹയാത്രികനെ തുടരും, ഞാൻ ഇടതുപക്ഷത്തെ വഞ്ചിക്കില്ല, ഞാൻ അൻവറിനൊപ്പം പോവില്ല. ഇതൊക്കെ പോകണമെന്നോ വഞ്ചിക്കണമെന്നോ പിന്മാറണമെന്നോ ആരെങ്കിലും പറഞ്ഞോ? ആരാ പറഞ്ഞേ? ഇതൊക്കെ സ്വയം ജലീൽ തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിരമിക്കാറായി, പാർലമെൻ്ററി വ്യാമോഹമില്ല. അതൊക്കെ അദ്ദേഹം സ്വയം പറഞ്ഞതാ, അല്ലാണ്ട് ആരും പറഞ്ഞതല്ല. ഇതിപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ പുസ്തകത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള സൂത്രവതിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ കെ ടി ജലീൽ CPMൻ്റെ സഹയാത്രികനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഞാനത് ആ സഹയാത്രികനെ തുടരും എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു സ്ഥിതി അദ്ദേഹത്തിന് വന്നെങ്കിൽ പാർട്ടി അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളോടൊപ്പം നിൽക്കുന്നോ ഇല്ലേ അതോ പോണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അവിടെ പുസ്തക പ്രകാശനത്തിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായ ജോൺ ബ്രിട്ടാസാണ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ജലീലിനോട് എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയെ വല്ല ദൂതും അദ്ദേഹത്തെ ഏൽപ്പിച്ചോ? ഇതൊക്കെ സംശയങ്ങളാണ്. അതൊക്കെ നാളെ ഒക്കെ ആയിട്ട് വെളിപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ കെ ടി ജലീൽ ഇന്ന് പറഞ്ഞതിൽ എന്ത് ഞെട്ടലാണ് ഉണ്ടാവുക? ഞെട്ടിയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊന്നുമല്ല, ഞെട്ടിയത് ഇപ്പോഴും CPMലെ പ്രകാശ് മാഷിനെ പോലുള്ളവരാണ്. കാരണം പ്രകാശ് മാഷ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലൊരു PR ഏജൻസി അഭിമുഖം തരപ്പെടുത്തി കൊടുത്തു എന്നതിനെ സംബന്ധിച്ച വിവാദം ഇന്നേ വരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം കൊടുത്തിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ഞെട്ടിയില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോടൊരു വിയോജിപ്പുണ്ട്. മാധ്യമങ്ങളെല്ലാം ഇത് തർക്കിക്കുന്നുണ്ടായിരുന്നു കെ ടി ജലീലിനോട്. ഞങ്ങളുടെ സമയം കളഞ്ഞത് ഇതാണോ വെളിപ്പെടുത്തൽ, ഞങ്ങൾ ഇതല്ലല്ലോ പ്രതീക്ഷിച്ചത് എന്ന്. താങ്കൾ എത്രയൊക്കെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരോട് കെ ടി ജലീലിന് അക്കാര്യത്തിൽ നിങ്ങൾക്കിത് വെളിപ്പെടുത്തലായി തോന്നുന്നില്ലേ, ഞാൻ CPMനൊപ്പം തന്നെ നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് വാർത്തയല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നു. ആരാണ് ഞെട്ടിയതെന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, അത് ജലീൽ ചെയ്തത് അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. കാരണം പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് ഞാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലുകൾ നടത്തണം. അതാണ് അൻവർ ചെയ്തത്. അതല്ലാണ്ട് നേരത്തെ ലാൽ പറഞ്ഞതുപോലെ എൻ്റെ പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വെളിപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞതെന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയോ എനിക്കറിയില്ല. ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് ഒക്ടോബർ 2-ാം തീയതി പത്രസമ്മേളനത്തിൽ ഞാനും ചില വെളിപ്പെടുത്തലുകൾ നടത്തണം. ഇത് വെളിപ്പെടുത്തലല്ല. ഇതെന്ത് വെളിപ്പെടുത്തലാണുള്ളത്? അത് മാധ്യമങ്ങൾ ചോദിച്ചെങ്കിൽ മാധ്യമങ്ങൾക്കൊപ്പമാണ് ഞാൻ. കാരണം മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഞാൻ ഇതൊക്കെ പറയാനേ വിളിച്ചെന്ന് പറയുമോ? അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്നോ പാർട്ടി വിടണമെന്നോ ആരും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഞാൻ CPMൽ തുടരുമെന്ന് പറയാൻ വേണ്ടി എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചത്? അവിടെ ഞാൻ പറഞ്ഞത് ജലീൽ CPMൽ തുടരാൻ, ഞാൻ CPMൽ തുടരും, സഹയാത്രികനാകും, ഇടതുപക്ഷം മുന്നേ വഞ്ചിക്കില്ല എന്നൊക്കെ ജലീൽ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? നമുക്കറിയില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ഭയപ്പെടുത്തിയോ? ജലീലിനെ ഏതെങ്കിലും CPM നേതാക്കൾ ഭയപ്പെടുത്തിയോ ഇങ്ങനെ പറയാനായിട്ട്? ഞാൻ വരാം ശ്രീ എൻ ശ്രീകുമാർ. M പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ കൃത്യമായി N ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതായത് കെ ടി ജലീൽ ഒരു വാർത്താ സമ്മേളനം ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില വെളിപ്പെടുത്തലുകൾ വേണമായിരുന്നു. അവിടെ CPMനോടൊപ്പം തുടരാനെന്ന് പറഞ്ഞതിൽ ഒരു ഞെട്ടലും ഉണ്ടാകേണ്ടതില്ലല്ലോ. അവിടെ CPMൽ നിന്ന് മാറാൻ പോകുന്നു, ഞാൻ CPMൽ നിന്ന് മാറി അൻവറിനൊപ്പം പോകാൻ പോകുന്നു എന്നൊക്കെ പറയും എന്ന് കരുതിയെടുത്താണ്. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിന് പ്രസക്തി ഉള്ളത് എന്നാണ് N ശ്രീകുമാർ കാണുന്നത്. മലപ്പുറത്തെ പല മാധ്യമപ്രവർത്തകരും അങ്ങനെയാണ് കണ്ടത് എന്ന് ഇന്നത്തെ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. N ശ്രീകുമാറിന് ഞെട്ടൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും ഇതൊരു ഞെട്ടൽ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. താങ്കൾക്ക് ഞെട്ടലുണ്ടായോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഞെട്ടലുണ്ടായോ? മുഖ്യമന്ത്രിക്കും CPMനുമെതിരെയുള്ള ആയുധങ്ങൾക്ക് സ്ഥിരമായി സ്വന്തം മൂശകളിൽ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഒരു ഇരയെ കിട്ടി എന്നുള്ള പ്രതീതിയിലാണ് കെ ടി ജലീലിൻ്റെ പത്രസമ്മേളനത്തെ കണ്ടത് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? കേരളത്തിലെ മാതൃഭൂമി, മനോരമ, അതുപോലെ തന്നെ 24, റിപ്പോർട്ടർ, മാതൃഭൂമി മനോരമ ചാനലുകൾ ഇവയെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന CPM വേട്ടയെ ഈ കേരളത്തിൽ ആർക്കാണ് അറിയാതിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് അവിടെയുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തപ്പോൾ എത്ര ആവേശത്തോടെയാണ് ആ വാർത്ത വിഴുങ്ങി
അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ, ബ്രേക്കിംഗ് നടത്താൻ ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വന്നത്. ഹിന്ദുവിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കാൻ, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായി എന്നുള്ളത് ഈ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകളായിട്ടല്ലേ, ബ്രേക്കിംഗ് ന്യൂസായിട്ടല്ലേ ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് വിരുദ്ധ വേട്ടക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ കാള പെറ്റു എന്ന് കേട്ടിട്ടുടനെ കയറെടുത്ത് പോകുന്ന ഒരു നിലയല്ലേ ഇവിടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. അവർക്ക് ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ? ഇവിടെ വെടിവെച്ച് കൊന്നാൽ പോലും ഞാൻ CPM-നെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ പാർട്ടി പ്രവർത്തകർക്കെതിരെയോ ഒരു വാക്കും ഉച്ചരിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ഇടിവെട്ട് പോലെയല്ലേ ഈ മാധ്യമങ്ങളെല്ലാം കേട്ടിരിക്കുന്നത്. കാരണം അവർ മനപ്പായസം ഉണ്ണുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? അവർ മനപ്പായസം ഉണ്ണുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി, അതിൻ്റെ നേതാവായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എത്ര അബദ്ധങ്ങളായിട്ടുള്ള, സത്യവുമായി പുലബന്ധമില്ലാത്ത പ്രചാരവേലകളാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ BJPക്കും അതുപോലെ കോൺഗ്രസിനും ലീഗിനുമെല്ലാം തന്നെ ഇട്ടുകൊടുക്കുന്നത്. നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം പിന്നിട്ട് പോയ 4 കൊല്ലക്കാലമായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയല്ലേ. ഇന്ന് ആ കേസിനകത്ത് പ്രതിയല്ലാതിരുന്നിട്ടും ലാവലിംഗ് കേസിൽ മുഖ്യമന്ത്രി പ്രതിയാണ് എന്നുള്ളത് എത്ര തവണയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ചർച്ചയല്ല, ആ ചർച്ച ചെയ്യാനവരില്ല. ഇവിടെ കേരളത്തിലെ നിപ്പ വന്നപ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഒരു ഒറ്റ ആൾ മരിച്ചിരുന്നതിനെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ടീച്ചറെ നിപ്പ റാണി എന്ന് വിളിച്ചപ്പോൾ ആ ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ലല്ലോ. ഇവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് അവിടെ താഴെ വന്നപ്പോൾ ശബ്ദം കേട്ട് കിടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീമതി ടീച്ചറെ കിടുങ്ങാച്ചിയമ്മ എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഇവർക്കാർക്കും നേരമില്ലല്ലോ. കേരളത്തിലൊരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിട്ട് മാധ്യമപ്രവർത്തകരെ തള്ളിയിട്ടപ്പോൾ ഇവരുടെ എല്ലാം നാവ് ഇറങ്ങിപ്പോയോ? ചർച്ചയുണ്ടായില്ലല്ലോ. അപ്പോൾ അവർക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. CPM-നെ വേട്ടയ്ക്ക് വേണ്ടി കിട്ടുമോ? ചർച്ചയുണ്ട്. മുഖ്യമന്ത്രി വേട്ടയ്ക്ക് കിട്ടുമോ? ചർച്ചയുണ്ട്. അതുപോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ചർച്ചയുണ്ട്. അതിന് ഒരു വലിയ ആയുധം കിട്ടി എന്നുള്ള നിലക്കുള്ള മനപ്പായസമായിട്ടാണ് ഇന്ന് ജലീലിനെ അവർ കണ്ടത്. അവർക്ക് ഇതുപോലെ ഞെട്ടൽ, അവർ ഈ സമീപകാലത്ത് ഇത്രയും വലിയ ഞെട്ടലുണ്ടായിട്ടില്ല. പിന്നെ ഞെട്ടലുള്ളതെല്ലാം തുറന്നു പറയണമെന്നില്ലല്ലോ. ജാള്യത പക്ഷേ മുഖത്ത് ദൃശ്യമാണ്, അവരുടെ ചോദ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ ചോദ്യങ്ങൾ ദൃശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് KT ജലീലിനെ വെളിപ്പെടുത്താൻ അത് തീർച്ചയായിട്ടും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെയും അതിനെ കൊണ്ടാടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച്, അതുപോലെ ലീഗിനെ സംബന്ധിച്ച്, അതുപോലെ BJP സംബന്ധിച്ച് ഞെട്ടലാണ്. എന്തൊരു തർക്കമാണ് ഉള്ളത്. ഉറപ്പിച്ച CPM-നൊപ്പമാണ് KT ജലീൽ എന്ന് പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ N. ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങളുണ്ടെന്നും അത് അൻവറിനെയൊക്കെ ഇപ്പോഴത്തെ നടപടികളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണെന്ന് പറയുന്നത്. അതുപോലെ ചില ദൂതുമായി അവിടെ എത്തി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതാണെന്നും ഒക്കെ അവർക്ക് ആശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അതിനോടുള്ള മറുപടി ഇതിൽ സമീപകാലത്ത് CPM-നെതിരായി നടക്കുന്ന മാധ്യമ വേട്ടയുടെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അവർ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 3-4 ദിവസക്കാലം വാർത്തകൾ സൃഷ്ടിക്കും. അവസാനം നടന്നില്ലെങ്കിൽ അത് നടക്കാതിരുന്നതിൻ്റെ കാരണം സംബന്ധിച്ച് അവർ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകി. ഇക്കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമ്പോൾ കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു, കേരളത്തിലെ പാർട്ടിയാകെ തന്നെ ഉലയുന്നു. ഇവിടെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനോരമക്കാരൻ്റെ ഹെഡിങ്ങുകൾ, അതിന് പ്രധാന പേജിലെ ഹെഡിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? പാറിപ്പതറുന്ന ചെങ്കൊടി. എന്താ പ്രതീക്ഷ? പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് CPM. ഇതെല്ലാം ഒരു പത്രത്തിൻ്റെ, നിഷ്പക്ഷ പത്രത്തിൻ്റെ തലക്കെട്ട ഞാൻ പറയുന്നത്. പാറിപ്പതറുന്ന ചെങ്കൊടി, പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് CPM. അപ്പോൾ അവരുടെ പ്രതീക്ഷ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് അതെല്ലാം കാണിക്കുന്നത്. ഇങ്ങനെ വലിയ പ്രതീക്ഷകൾ വെച്ച് ഈ ബലൂൺ ഇങ്ങനെ ഊതി പൊഞ്ചി ഊതി 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 വീർപ്പിച്ചിട്ട് അവസാനം ഒരൊറ്റ മുട്ടുസൂചി കൊണ്ട് അത് പൊട്ടിപ്പോകുമ്പോഴാണ് ജാള്യത. അത് ചെറുതല്ലല്ലോ. അപ്പോൾ ആ ജാള്യത മറച്ചു വെക്കാൻ അവർക്ക് താല്പര്യം കാണും. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ എങ്ങനെയാണ് CPM-നെ താറടിക്കാൻ, അതിൻ്റെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, ജലീൽ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ കരുത്തും മുഖവുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ അത്ര വിശ്വാസമുള്ള ആളെ പോലും എങ്ങനെയെങ്കിലും ഇവിടെ വിലക്കെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള തരംതാണ പ്രവൃത്തിയാണ് ചില മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ കോൺഗ്രസും BJP-യും ലീഗും എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് മലയാളികൾ അറിയട്ടെ, അവർ കാണട്ടെ. പ്രകാശൻ മാഷ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ
മുഖ്യധാര മാധ്യമങ്ങൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് താങ്കളോട് പറയേണ്ടതില്ല, എൻ ശ്രീകുമാറിനോടും അദ്ദേഹം പറയേണ്ടതില്ല. പക്ഷേ അദ്ദേഹം അതിനെ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. പ്രകാശ് മാഷ് പറയുന്നത് വലത് മാധ്യമങ്ങൾക്കാണ് ഞെട്ടലുണ്ടായത് എന്നാണ്, കോൺഗ്രസിനും BJPക്കും ഒക്കെയാണ് ഞെട്ടലുണ്ടായത് എന്നാണ്. മാധ്യമപ്രവർത്തകർക്ക് ജാള്യതയായിരുന്നു ഇന്നത്തെ ദിവസം, അവരുടെ ചോദ്യങ്ങൾ കേട്ടാൽ അറിയാം എന്നാണ്. നമ്മളത് സ്വയം വിമർശനപരമായിട്ടാണെങ്കിൽ കൂടി ഇന്നത്തെ ദിവസം സംഭവിച്ചതിനെ അങ്ങനെ തന്നെ കാണണ്ടേ? ഈ ദിവസങ്ങളിൽ CPIMനോട് എന്ത് തരത്തിലുള്ള നീതിയാണ് മാധ്യമങ്ങൾ, നിഷ്പക്ഷതയാണ് കാട്ടുന്നത് എന്നുകൂടി വിലയിരുത്തി പോകുമ്പോൾ ഡോക്ടർ ലാൽ, വളരെ വലിയ ഒരു പ്രത്യേകത ഇന്നത്തെ ഡോക്ടർ ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് കണ്ടതാണ് ഞാൻ വിലയിരുത്തിയത്, ഞാൻ മനസ്സിലാക്കിയത്. അതെന്താണെന്നറിയാമോ? വളരെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കഴിഞ്ഞ 2-3 ദിവസമായി മുഴുവൻ മാധ്യമങ്ങളും പ്രതീതിവൽക്കരിക്കുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മോശം പ്രചാരണം നടത്തി മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ഹിന്ദു ഇൻ്റർവ്യൂവിലൂടെ ഡൽഹിയിൽ ശ്രമിച്ചു. അതിന് മാധ്യമങ്ങൾ ഒന്നാകെ ഏതാണ്ടൊരു 99.99% മാധ്യമങ്ങളും പിന്നെ പ്രതിപക്ഷ ഒട്ടാകെയും അതുതന്നെ ഏറ്റുപാടുകയും ചെയ്തു. പക്ഷേ നോക്കൂ, KT ജലീലിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഈ ഒരു ചോദ്യം ഡോക്ടർ ജലീലിനോട് എന്തേ ചോദിച്ചില്ല? അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സ്വന്തം മീഡിയ ഹൗസുകൾ, സ്വന്തം മാധ്യമ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന വലിയ പ്രതീതിവൽക്കരണം അതേ മാധ്യമ സ്ഥാപനങ്ങളിലെ ജേർണലിസ്റ്റുകളായിട്ടുള്ള വ്യക്തികൾ, പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഇന്ന് ഡോക്ടർ ജലീലിൻ്റെ മുമ്പാകെ ഇരുന്ന് ആ ഒരക്ഷരം ചോദിക്കാൻ മറന്നു പോകും വിധം അസ്തപ്രജ്ഞരാക്കി കളഞ്ഞു ജലീലിൻ്റെ ഇന്നത്തെ മൊത്തം പ്രകടനം. അതാണ് ജലീലിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്ന കാര്യം. അത് ഒട്ടും കുറച്ച് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം പരമപ്രാധാന്യമുള്ള കാര്യമായിട്ട് തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ ദേശാഭിമാനി, കൈരളി വിട്ടുകളയൂ, ബാക്കിയുള്ള എത്ര മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു? ഒരാൾ പോലും എന്ത് ഈ ചോദ്യം ചോദിച്ചില്ല? അത് മാത്രമല്ല, PR വിഷയം, അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടമെന്ന് താങ്കൾ ആദ്യം പറഞ്ഞല്ലോ, ഇരിക്കട്ടെ. PR കേസ് എന്തേ ചോദിച്ചില്ല മാധ്യമപ്രവർത്തകർ? അവർക്കിത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? അല്ല, ഇത് അപ്രസക്തമാണ്. ജലീൽ അവിടെ നടത്തിയ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ തങ്ങളുടെ ചോദ്യം അപ്രസക്തമായി പോകും എന്ന് ഭയന്നു മാധ്യമപ്രവർത്തകർ. അത് മാത്രമാണ് കാരണം. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ മടിയുള്ളവരല്ല അവരാരും. കൃത്യമായി ചോദ്യം ചോദിക്കുന്നവരും ഉത്തരം പറയിപ്പിക്കുന്നവരുമാണ്. അവരാണ് മിണ്ടാതിരുന്നുള്ള പ്രത്യേകം ഓർക്കണം ഡോക്ടർ ലാൽ. അത് ചെറിയ കാര്യമൊന്നുമല്ല കേരളത്തിൽ. അതാരെ ഇപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാർ ബ്രിട്ടാസിൻ്റെ കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതായിരിക്കും ചെയ്തതെന്നൊക്കെ. എന്തുമായിക്കോട്ടെ, ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. താങ്കളത് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് അന്നേരം ഞാൻ പറയാം. പക്ഷേ ഇവിടെ ഒരു ദൂത് ഒരു മാധ്യമപ്രവർത്തകരുടെ അടുത്തും ജോൺ ബ്രിട്ടാസോ പിണറായി വിജയനോ നടത്തിയില്ലല്ലോ, CPIM നടത്തിയില്ലല്ലോ, LDF നടത്തിയില്ലല്ലോ. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല ശ്രീകുമാർ? അത് പ്രധാനമല്ലേ? ആ ചോദ്യത്തിൽ ചോദിച്ചിരുന്നെങ്കിൽ ജലീൽ കുറേ കൂടെ കടുപ്പിച്ച മറുപടി പറയുമായിരുന്നു എന്നറിയാം. അതുകൊണ്ട് ആ വിഷയം തൊടാതിരിക്കുക എന്നുള്ള സൗകര്യപൂർവ്വം ഒഴിഞ്ഞു കളഞ്ഞു. അതാണ് കാര്യം. അത് ചെറിയ കാര്യമാണോ? ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ സംഭവ വികാസങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജലീലിൻ്റെ പത്രസമ്മേളനത്തിൽ ഇന്ന് LDFന് ലഭിച്ച ഏറ്റവും വലിയ ബോണസ് എന്ന് പറയുന്നത് അതൊരു വലിയ ബോണസ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയൂ. കാരണം പ്രവർത്തകർക്ക് ഇനി ചോദിക്കാൻ അവസരമില്ലല്ലോ. നാളെ വന്നു വെച്ചാൽ ഇന്നലെ കിളിക്കണം. പണ്ട് അഴീക്കോട് മാഷ് പറഞ്ഞ പോലെ ഇന്നലെ കിളിക്കണം എന്ന് പറഞ്ഞാൽ കിളിക്കാൻ കഴിയില്ലല്ലോ നാളെ പോയിട്ട്. അപ്പോൾ ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇന്ന് ചോദിക്കണമായിരുന്നു. ആ ചോദ്യം ചോദിക്കാൻ മലപ്പുറത്ത് ജലീലിൻ്റെ മാധ്യമ സമ്മേളനത്തിലെത്തിയ ഒരു പത്രലേഖകനും കഴിഞ്ഞില്ല എന്നുള്ളത് കാണിക്കുന്നത് എന്താണ്? അവർക്കത് അറിയാൻ വയ്യ എന്നുള്ളത് കൊണ്ടല്ല, ആ ചോദ്യം അവിടെ അപ്രസക്തമായി പോകുന്ന വിധം ജലീൽ മറുപടി പറഞ്ഞ് തങ്ങളെ അസ്തപ്രജ്ഞരാക്കും എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ ചോദ്യം വരാതിരുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ
ഒരു പക്ഷത്തേക്ക് മാത്രമായി നിൽക്കുന്നു, അവർ ഭയപ്പെടുന്നുണ്ട്. ജലീൽ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില പ്രവർത്തനങ്ങൾക്കാണ് തടസ്സമുണ്ടാകുന്നത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയല്ലേ അതിനകത്തുനിന്ന് കാണേണ്ടി വരുന്നത്. അതൊരു തരത്തിൽ മാധ്യമ പ്രവർത്തനമാണോ? ഇതാണോ ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നത്? ഇതൊരു പ്രത്യേകതരം അജണ്ടയോടുകൂടി ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ഇവിടെ വിമർശിക്കുന്നത് പോലെ CPIM-നോടൊക്കെ കാണിക്കുന്ന ചില പ്രത്യേക ഇടപെടലുകളായി തന്നെ കാണണ്ടേ? CPM-നെ കുറിച്ച് ഒരു പ്രധാന മാധ്യമം എഴുതിയ തലക്കെട്ടുകൾ ഇവിടെ ഇപ്പോൾ പ്രകാശ് മാഷ് വായിച്ചല്ലോ. എന്താണത്? പതറുന്ന ചെങ്കൊടി, പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് CPIM എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ചില അജണ്ടകൾ അവിടെ ഉണ്ട് ഈ മാധ്യമങ്ങൾക്ക് എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഡോക്ടർ ലാൽ. ഞാനേ 1989 അതായത് 35 വർഷക്കാലം മുൻപ് മാധ്യമപ്രവർത്തനം തുടങ്ങി ഇപ്പോഴും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇങ്ങനൊരു മാധ്യമ ഗുണ്ടായിസം ഞാൻ എൻ്റെ ഈ പത്രപ്രവർത്തന ജീവിതത്തിലുടനീളം ഇത്തരത്തിലൊരു മാധ്യമ ഗുണ്ടായിസം കണ്ടിട്ടില്ല. ഇല്ലാത്തൊരു കഥയെ അവതരിപ്പിക്കുക, എന്നിട്ട് അതിനെ പൊലിപ്പിച്ചു നിർത്തി ഒരു ജില്ലയെ മൊത്തം അപമാനിച്ചു, ഒരു സമുദായത്തെ അപമാനിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഞ്ഞ് ശ്രമിക്കുക, അതിന് രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിക്കുക. ഇത്തരത്തിലൊരു മാധ്യമ ഗുണ്ടായിസം വേറെ ഏത് കാലത്ത് കേരളത്തിൽ നടന്നിട്ടുണ്ട്? നമ്മൾ ഒരുപാട് ഇവൻസും കണ്ടിട്ടുണ്ട് മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇത്തരത്തിലൊരു മാധ്യമ ഗുണ്ടായിസം കേരളത്തിൽ ഞാൻ കാണുന്നത് ഇതാദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിനിടയിൽ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അത് മാധ്യമപ്രവർത്തകർ നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവരുടെ മീഡിയ ഹൗസസുകളുടെ അജണ്ട അവർ അക്നോളജ് ചെയ്ത് പോലുമില്ല ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ. അതാണ് ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് LDF-ന് കിട്ടുന്ന, CPM-ന് കിട്ടുന്ന, മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആഡഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബോണസ് എന്ന് പറയാം. ഞാൻ തിരിച്ചു വരാം. N. ശ്രീകുമാർ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. M. ജയചന്ദ്രനും താങ്കളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകർ കൂടിയാണ്. അത് ഏത് പക്ഷത്ത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം എന്നൊക്കെയുള്ളത് ഒരു പ്രശ്നമേ അല്ല. മാധ്യമങ്ങളുടെ ഗുരുസ്ഥാനത്തൊക്കെ, മാധ്യമപ്രവർത്തകരുടെ ഗുരുസ്ഥാനത്തൊക്കെ നിൽക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറന്നുകൊണ്ട് ഈ കാര്യത്തെ അങ്ങനെ പാടെ അവഗണിച്ചുകൊണ്ട് പോകാനാകുമോ? ആ കൂട്ടത്തിൽ ഈ മാധ്യമ ഹൗസുകളെ അങ്ങനെയാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് KT ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ബോധപൂർവം ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും ചില ഉത്തരങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ ചെന്നിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാധ്യമങ്ങളുടെ റോൾ എത്ര, പ്രതിപക്ഷത്തിൻ്റെ റോൾ എത്ര? ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് എന്നുള്ളതൊക്കെ പ്രതിപക്ഷ നേതാക്കൾ പറയും. ഇവിടെ ജലീലിൻ്റെ പത്രസമ്മേളനത്തിലെ വിഷയങ്ങളിൽ ജലീൽ എന്തു പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചും മാധ്യമങ്ങൾ എന്തൊക്കെ ചോദിക്കാമായിരുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം KT ജലീൽ അദ്ദേഹമാണ് പറഞ്ഞത് ഒക്ടോബർ 2-ാം തീയതി ഞാൻ നിങ്ങളെ കാണുമെന്ന്, ഞാൻ ചിലത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. PV അൻവർ, അതായത് ഇടതുമുന്നണി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച PV അൻവർ പോലീസിനെക്കുറിച്ചും ADGP-യെക്കുറിച്ചും പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. അതിന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല. അപ്പോൾ ADGP-യെ മാറ്റണമെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശ്രീ ജലീലും അതിനോട് യോജിക്കുന്നു എന്നായിരിക്കണമല്ലോ. അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ അവർ തമ്മിലുള്ള തർക്കത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഇതിന് നല്ല രാഷ്ട്രീയമുണ്ട്. ശ്രീ പ്രകാശ് മാഷ് പക്ഷേ അത് കൃത്യമായി പറഞ്ഞില്ല. മാഷ് ഇന്ന് PV അൻവറിനെ മാഷ് പറഞ്ഞല്ലോ, PV അൻവറിനെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ അതൊക്കെ എഴുതി വിടുകയാണെന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ മാധ്യമങ്ങളുടെ അജണ്ട നിശ്ചയിക്കുകയാണെന്ന്. മാഷ് പറയുന്നതും മാഷ പാർട്ടി പറയുന്നതും മനസ്സിലാകാത്തവരും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ഇന്ന് PV അൻവറിനെ സന്ദർശിച്ചത് നിലമ്പൂർ ആയിഷയാണ്. ചലച്ചിത്ര നാടക രംഗത്തെ പ്രതിഭയായ CPM-നൊപ്പം എക്കാലത്തിൽ നിന്നിട്ടുള്ള നിലമ്പൂർ ആയിഷ എന്ന് PV അൻവറിനെ പോയി കണ്ടിരിക്കുന്നു, അൻവറിനോട് സംസാരിച്ചിരിക്കുന്നു. അവർ പാർട്ടിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് മാഷ് മനസ്സിലാക്കുക. ഇനി ശ്രീമതി ആയിഷയെ പറഞ്ഞു വിട്ടത് മാധ്യമങ്ങളാണെന്ന് നാളെ പറയാതിരുന്നാൽ മതി. ഇത് ഉത്തരം മുട്ടുമ്പോൾ കൊച്ചനെ കുറിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രീകുമാർ, ഞാൻ അതിനകത്ത് താങ്കളോട് എതിർക്കുന്നില്ല. പലരും ഒരുപക്ഷെ മാധ്യമങ്ങൾ കണ്ടിട്ടും മാധ്യമങ്ങളിലെ വാർത്തകൾ കേട്ടിട്ടും പ്രതിപക്ഷത്തിൻ്റെ
പ്രതികരണങ്ങൾ കണ്ടിട്ടും ഒക്കെ ഇതുപോലെ ഇനി നാളെയും അൻവറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പ്രകാശ് മാഷ് അതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ. എൻ്റെ ചോദ്യം അതല്ല. ഇങ്ങനെ ആളുകളെ അങ്ങോട്ടേക്ക് വരുത്തുന്നതിലും ചിലരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾക്കിവിടെ പങ്കുണ്ടെന്ന് ശ്രീ എം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, അതിനുവേണ്ട തെളിവ് നിരത്തിയ പ്രകാശൻ മാസ്റ്ററുടെ ആദ്യ ഭാഗത്തെ പ്രതികരണം, അതൊക്കെ അവിടെ ഉണ്ടല്ലോ. അതിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എത്ര എന്നാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ. ഇന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ ഒരു പത്രക്കുറിപ്പ് CPM-ൻ്റെ മുഖപത്രത്തിലുണ്ട്. ആ പത്രത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്, ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാവരും ഇതിൻ്റെ പിന്നിലെന്നാണ്. ഗോവിന്ദ മാഷെ പോലുള്ള പാർട്ടിയുടെ താത്വികമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നൊരു മാഷ് ഇത്തരത്തിലുള്ളൊരു ഗതിയിലേക്ക് എത്തിയതിൽ സത്യം പറഞ്ഞാൽ ആ പാർട്ടി എത്തിയ ഒരു ഗതികേടിൻ്റെ കൂടെ ഒരു പ്രതിരൂപമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് എന്താണ്, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളും അൻവറിൻ്റെ ആരോപണങ്ങളും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളുമാണ്. അവരത് കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ സുഹൃത്തായ ജയേന്ദ്രനും അതുപോലെ CPM നേതാക്കളും പറയുന്നതെങ്കിൽ അതിന് ഉത്തരമില്ല. സെലക്ടഡ് ആയിട്ട് കാണിക്കുമ്പോഴാണ് ചിലതെടുത്ത് കാണിക്കുന്ന. ഒരു ഉദാഹരണം ഇന്നലത്തെ ദിവസം അൻവറിൻ്റെ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ മുൻപ് കൊടുത്തത് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തല്ലോ. മുൻപ് തന്നെ അത് വാർത്തയായി വന്നിട്ടുള്ളതാണ്. ഇന്നലെയാണ് കത്തെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് അദ്ദേഹം. ആ വാർത്ത എങ്ങനെയാണ് വന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 8 ആരോപണങ്ങൾ എന്നാണ് അതിനകത്ത് മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തത്. അതിനകത്ത് 1-2 ആരോപണങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനെ വർണ്ണിച്ചുകൊണ്ടിരുന്നതല്ലാതെ, ആരോപണങ്ങളാണ്, പരാതി എന്ന് പോലും ഞാൻ പറയുന്നില്ല, ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ 1-2 മാത്രം എടുത്ത് വർണ്ണിച്ചുകൊണ്ടിരുന്നതല്ലാതെ 8 ആരോപണങ്ങളിൽ നിന്നുള്ള തലക്കെട്ടിലെ ബാക്കി പലതും വിഴുങ്ങിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തായിരുന്നു ആ ആരോപണങ്ങൾ? അതിനകത്ത് പ്രതിപക്ഷത്തിന് എവിടെയാണ് നിൽക്കാൻ സാധിക്കുക? പ്രതിപക്ഷത്തിന് ഈ അൻവറിനെ ഏതെങ്കിലും തരത്തിൽ ഉൾക്കൊള്ളാനാകുമോ? VD സതീശനെ കുറിച്ചും സോളാർ കേസിൽ പണം വാങ്ങി കാര്യങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണല്ലോ. ആരാണ് പണം കൊടുത്തതെന്നൊക്കെ അൻവറിന് പറയാനുണ്ടാകുമല്ലോ. ഇതൊക്കെ വിഴുങ്ങുന്നത് പ്രതിപക്ഷം എന്തിനാണ്? ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നത്? ഇന്ന് രാവിലെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹമാണല്ലോ ഇപ്പോൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ആദ്യം വരുന്ന മന്ത്രി അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ പണ്ടൊരിക്കൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ ആരും വരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇറങ്ങിയതായിരിക്കും, ആയിക്കോട്ടെ, അത് വിരോധമില്ല, അദ്ദേഹത്തിന് പറയാമല്ലോ. അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നെടുത്ത് കണ്ടു നോക്ക്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? ആ ക്യാമറ മാധ്യമപ്രവർത്തകൻ്റെ മുഖത്തേക്ക് വെക്ക്, അവരുടെ മുതലാളി ഒന്ന് കാണട്ടെ. ഇതൊക്കെ എന്തൊരു ഗതികേടാണ് ഈ മന്ത്രിമാർക്കൊക്കെ പറ്റിയത്. കേരളത്തിലെ CPM പ്രവർത്തകരെ ഇതൊന്നും വിശ്വസിക്കില്ല, നിങ്ങൾ എത്ര പറഞ്ഞാലും. പക്ഷേ ഇതൊരു 8 വർഷം കഴിഞ്ഞു ഒരു സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ എന്താണ് അവരുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മന്ത്രിമാരെല്ലാവരും ഒരുമിച്ച് വന്ന് ഒറ്റക്കെട്ടായിട്ടാണ് അവർ പ്രതിരോധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വന്നാൽ പോലും, ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാൽ പോലും, ഇത് നമുക്ക് പണ്ട് UDF-ൻ്റെ കാലത്തൊന്നും കാണാൻ പറ്റില്ല. ആദ്യ വർഷം കഴിയുമ്പോൾ തന്നെ വരും, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ മന്ത്രി മാറേണ്ടി വരും, മുഖ്യമന്ത്രി മാറേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊരു വ്യത്യാസമാണ് താങ്കൾ പറഞ്ഞത്. നോക്കൂ ലാലേ, നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴേ ചാനലുകളെക്കുറിച്ചും പത്രങ്ങളെക്കുറിച്ചൊക്കെ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടി വരും. നോക്കൂ, ഇന്നലെ ഒരു ചെറിയ കാര്യം പറയാം. ഡോക്ടർ ലാല് ചില കാര്യങ്ങൾ വിഴുങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നത്തെ CPM-ൻ്റെ മുഖപത്രത്തിലെ നമ്മുടെ ഡൽഹിയിലെ ഇന്നലത്തെ ഹിന്ദുവിൻ്റെ മാപ്പപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തി തന്നതെന്ന് മാത്രം നമ്മുടെ പ്രകാശൻ മാസ്റ്റർ പത്രത്തിലില്ല. അത് വിഴുങ്ങിയോ? അപ്പോൾ ആ മാധ്യമത്തിനത് വിഴുങ്ങാൻ പറ്റുമോ? അതായത് ഒരു PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തി തന്നത് എന്ന ഹിന്ദുവിൻ്റെ ആരോപണം ഇന്നത്തെ CPM പത്രം വിഴുങ്ങി. അതെന്തിനാ വിഴുങ്ങിയേ? അപ്പൊ അതാണ് ഓരോ പത്രത്തിലും ഇനി അഥവാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്താണ് ഇത്ര നിയമപരമായോ അല്ലെങ്കിൽ ധാർമ്മികമായോ ഉള്ള തെറ്റെന്നുള്ളതും, അതെങ്ങനെയാണ് താങ്കളെപ്പോലെ ഒരു മാധ്യമപ്രവർത്തകൻ അതിനെ തെറ്റായി കാണുന്നതെന്നും അതിനെങ്ങനെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മറ്റൊരു പ്രകാശ് മാഷോട് ചോദിക്കാം.
അല്ലല്ല എൻ്റെ നിലക്കിടണ്ട. ഞാൻ PR പത്ര ഏജൻസിക്ക് എതിരല്ല. ഇത് PR ഏജൻസി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വകാര്യമായിട്ട് ഏർപ്പെടുത്തുമ്പോഴേ പ്രശ്നമുള്ളൂ. അതായത് 2020 മെയ് 19 കൈരളി കാണിച്ച ഒരു വാർത്തയിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് PR ഏജൻസിയോ? ആര് പറഞ്ഞു PR ഏജൻസി? എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല, ഒരു മാഫിയ കാര്യമല്ല, ഒരു കൊള്ള സംഘമല്ല. അതിനി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇത്രയും ചർച്ച ചെയ്യാൻ എന്താണെന്നാണ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതവിടെ പ്രകാശ് മാഷ് പറയട്ടെ, അല്ലെ നാളെ മുഖ്യമന്ത്രി പറയട്ടെ, നമുക്കത് വരുമ്പോൾ ക്ലിയർ ആകും. എല്ലാം ഒറ്റ തീർക്കണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. PR ഏജൻസിയെ വെക്കുന്നതിൽ ആരും എതിരല്ല. ചർച്ച ചെയ്ത് സമയം കളയണ്ട സാറേ. PR ഏജൻസിയെ വേണോ വേണ്ടോ എന്നൊക്കെ ഏത് മുഖ്യമന്ത്രി അല്ല, ഒരു മിനിറ്റ്, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് കോൺഗ്രസിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കനകുലു എന്ന ഒരു PR ഏജൻസിയുടെ ഒരു വ്യക്തിയെ നിയമിച്ചപ്പോൾ എന്തൊരു ബഹളമാണ് CPM-കാരൊക്കെ ഉണ്ട്. ഈ പ്രകാശ് മാഷൻ എത്ര ചാനലുകളിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു കനകുലുവിനെ പരിഹസിച്ചുകൊണ്ട്. ഈ KPCC-യുടെ യോഗത്തിൽ ഇരുന്നു എന്നൊക്കെയാണല്ലോ കേട്ടത്. അത് വേറെ ലെവലിലാണല്ലോ പറഞ്ഞത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്നാണല്ലോ പറഞ്ഞത്. മാറ്റിയോ? അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് അല്ല, കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്ക് ആരെ വേണേൽ കോൺഗ്രസ് തീരുമാനിക്കും, അത് തുറന്നു പറയുകയും ചെയ്യും. ഈ കനകൊരു KPCC യോഗത്തിൽ ഇരുന്നെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖ സമയത്ത് 2 PR ഏജൻസി പ്രതിനിധികളോടുണ്ടായിരുന്നു. അതും കൂടെ പറയണം. അല്ല, അതിൽ വ്യക്തത വരാനുണ്ടല്ലോ. എന്താണ് മുഖ്യമന്ത്രി അക്കാര്യത്തെ കുറിച്ച് ഇന്നലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞതെന്നുള്ളത് നമ്മളത് കേട്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനു മുമ്പ് കൊടുത്ത ചോദ്യത്തിന് വിശദീകരണം ചോദിച്ച കത്തിന് മറുപടി ഹിന്ദു കൊടുത്തത് നമ്മൾ കണ്ടു. അതൊക്കെ നമുക്കറിയാം. ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാണ്. ഇനി അതിനകത്ത് ആരാണ് ഇരുന്നത്, അത് ആരാണ് അവിടെ അവരെ നിയമിച്ചത്, ഇതൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കത് വേറെ ചർച്ച ചെയ്യാം. ഞാൻ വരാം. പ്രകാശൻ മാസ്റ്റർ, കുറേ കാര്യങ്ങൾ N. ശ്രീകുമാറിന് സംശയങ്ങളായി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ KT ജലീൽ എന്നോട് ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്നൊക്കെ മാറി ഇതാ കണ്ടില്ലേ PV അൻവറിനെ കാണാനെത്തുന്ന നിലമ്പൂർ ആയിഷയിലേക്കും അവിടെ ആരാണ് PV അൻവറിന് പിന്തുണ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംശയങ്ങൾ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒക്കെ കൂട്ടിച്ചേർക്കാനുണ്ടോ? കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് 2 കാര്യങ്ങൾ സംബന്ധിച്ച വാർത്തയ്ക്ക് 24 മണിക്കൂർ മാത്രം ആയുസ്സുണ്ടായ കാര്യമാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. PR ഏജൻസിയുടെ കാര്യം പറയുമ്പോൾ അരനൂറ്റാണ്ടിലേറെ കാലമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുന്നവരല്ലേ മലയാളി. അദ്ദേഹത്തിന് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ പ്രത്യേകമായൊരു PR ഏജൻസിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരാണ് വിശ്വസിക്കുക? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു PR ഏജൻസിയെ ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല. അത് വിശ്വസിക്കുകയല്ലേ വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ തന്നെ PR ഏജൻസി മാത്രമല്ല, PR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? നിരവധി ആളുകൾ ശമ്പളക്കാരായി പ്രവർത്തിക്കുന്ന PR ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിക്കുണ്ട്, അതുപോലെ മന്ത്രിമാർക്കുണ്ട്, പ്രധാനമന്ത്രിക്കുണ്ട്. അതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കനകോലുവിനെ പോലെ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു PR ഏജൻസിയെ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് PR ഏജൻസി എന്ന് പറയുന്ന പോലെയാണോ അത്തരമൊരു കാര്യം? ഇവിടെ ഈ പ്രശ്നത്തിൽ സംഭവിച്ച കാര്യം എന്താ? ഇവിടെ PV അൻവർ ആരംഭിച്ചത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, അതുപോലെ തന്നെ കേരളത്തിലെ അടിമയുടെ നിലയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കത്തിജ്വലിച്ച സൂര്യനായിരുന്നു, പക്ഷെ അതിപ്പോൾ കെട്ടുപോയിരിക്കുന്നു. കേരളത്തിലെ പോലീസ് ആകത്തിനെ ക്രിമിനൽവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. RSSുമായിട്ട് CPM ബന്ധം സ്ഥാപിക്കുകയാണ്. MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സെക്രട്ടറി അടിമയാണ്, അദ്ദേഹത്തിന് ചങ്ങലയുണ്ട്. ഈ കേരളത്തിൽ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. വരുന്ന തെരഞ്ഞെടുപ്പ് 20ഓ 25ഓ സീറ്റല്ലാതെ LDF-ന് കിട്ടില്ല. ഇത്തരം ജൽപ്പനങ്ങളെല്ലാം നടത്തിയിട്ടാണല്ലോ അൻവർ ആരംഭിച്ചത്. ഇപ്പോഴും അൻവറെ പിന്തുണക്കുന്ന ഈ മാധ്യമങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അവരിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചോ മുഖ്യമന്ത്രി, അതുപോലെ മലപ്പുറത്തെ ആക്ഷേപിച്ചോ മുഖ്യമന്ത്രി. ഇവിടെ 8 കൊല്ലക്കാലം LDF-ന്റെ MLA ആയി നിന്ന അൻവറിന് ഒരു തവണ പോലും താൻ മുസ്ലിമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ 5 തവണ നിസ്കരിക്കുന്ന ഇസ്ലാമാണ്. നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ അതിന് പറയേണ്ടി വരുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം, നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് അത് BJP-ക്കാരും കോൺഗ്രസ്സുകാരും നിരന്തരമായിട്ട് നടത്തുന്ന കള്ളപ്രചാര വിലയാണ്.
ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ നിലക്ക് പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. ആ രാഷ്ട്രീയം നിൽക്കാൻ പോകുന്നില്ല. ഇനി നിൽക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ മതത്തെ പിടിക്കണം, അവൻ്റെ മതവിശ്വാസത്തെ പിടിക്കണം. അതിനുവേണ്ടിയാണല്ലോ 5 നേരം നിസ്കരിക്കുന്ന മുസൽമാൻ എന്നെ എന്തിനാ ആക്ഷേപിക്കുന്നതെന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം, ബാപ്പ, ഉമ്മ, അതുപോലെ മറ്റാളുകൾ, അതിനെ സംബന്ധിച്ചാലും അത് ഇപ്പോൾ പറയട്ടെ, അത് രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിക്കാൻ പ്രസ്താവന ഇറക്കി. ഇവിടെ അത്തരമൊരു പ്രസ്താവന വന്നപ്പോൾ കൃത്യമായ നിലക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിനെ കത്തയച്ചു. മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഹിന്ദു അത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഖേദം രേഖപ്പെടുത്തി. അവിടെയെങ്കിലും അടങ്ങണ്ടേ? അവിടെയെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ മാന്യത കാണിക്കണ്ടേ ഈ പറയുന്ന പത്രങ്ങൾ? ഒരു മഞ്ഞ പത്രത്തിൽ നിലയിലേക്ക് മാറാൻ വേണ്ടി പാടുണ്ടോ മാധ്യമങ്ങൾ? ഹിന്ദു ഈ വാർത്ത വന്ന് തെറ്റാണ്, അതിൽ ഖേദിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തെങ്കിലും മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും സൂര്യയും അതുപോലെ ഇന്ത്യ വിഷൻ റിപ്പോർട്ടറൊക്കെ പറയണ്ടേ ഞങ്ങൾ ആ തെറ്റ് ആവർത്തിച്ച് പിന്നെ പോയതാണ്? അത് പറയാൻ വേണ്ടിയിട്ട് മാന്യത കാണിക്കണ്ടേ? അപ്പോൾ രാഷ്ട്രീയ പ്രസംഗം നിൽക്കാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതായത് പറഞ്ഞത്, ജാജ്വല്യമാനമായിട്ടുള്ള ശോഭയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ഈ പഴം മുറങ്ങുകൊണ്ട് മറച്ചു കളയാം എന്ന് വിചാരിച്ചാൽ ഇതേ സംഭവിക്കുള്ളൂ. അതാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞ മാധ്യമങ്ങളുടെ വിശ്വാസ്യത അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലെ വായനക്കാർക്ക് ആകെയുള്ളതാണ്. അവരുടെ വിശ്വാസ്യത തകരുകയാണ് എന്നെങ്കിലും അവർ ആലോചിക്കണം. മാതൃഭൂമിയും മനോരമയും അതുപോലെ റിപ്പോർട്ടറും അതുപോലെ ഈ പറയുന്ന ഇന്ത്യ വിഷനും അതുപോലെ നമ്മുടെ 24 ഒക്കെ പറയുന്ന കാര്യങ്ങൾ സത്യമല്ലയോ സത്യമാണോ എന്ന് സംശയിക്കത്തക്ക നിലക്ക് കേരളത്തിലെ മലയാളി, അത് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്, അവരെത്തിച്ചേരുന്ന രൂപത്തിൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തന്നെ നിങ്ങൾ നടത്തുന്ന തെറ്റായ രാഷ്ട്രീയ കള്ളപ്രചാരങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തിരുത്തണമെന്ന് നിങ്ങൾ പറയുന്നത്. മാധ്യമങ്ങൾ സത്യമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ജനങ്ങളെ ചിന്തയിലേക്ക് നയിക്കാനുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് തെറ്റുകൾ, ഭരണപക്ഷത്തെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനാണ്, തിരുത്താൻ ആവശ്യപ്പെടാനാണ്, തിരുത്താതിരിക്കും പ്രക്ഷോഭം നടത്താനാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞ പോലെ വ്യക്തമായ നിലക്ക് തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കാൻ ആയുധങ്ങൾ കണ്ടെത്തുക. ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്ന ഏതു വാചകത്തിൻ്റെ മേലെയും വിവാദമുണ്ടാക്കുക, എന്നിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി കുറേ വാർത്തകൾ ചമക്കുക, അർദ്ധസത്യങ്ങൾ, അസത്യങ്ങൾ ഇവയെല്ലാം പ്രചരിപ്പിക്കുക. ഇതെല്ലാം മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ളത് അവരാലോചിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു മാധ്യമത്തിൻ്റെ 6-7 കൊല്ലക്കാലത്തെ മാനേജറായിരുന്നു ഞാൻ അവിടെ മാധ്യമരംഗത്ത് പ്രസ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയ ഒരാളാണ്. ഞാൻ പഠിച്ച മാധ്യമ പ്രവർത്തനം എന്തായാലും ഇതല്ല, ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇവിടെ പറഞ്ഞ പോലെ മാധ്യമ ഗുണ്ടായിസമാണ്. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പക്ഷം ചേർന്ന് പച്ചക്കള്ളവും അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഇതിൽ നിന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പിന്മാറണം എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ മറ്റന്നാൾ മുതൽ നിയമസഭ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 ദിവസം മുൻപ് തന്നെ അൻവറിൻ്റെ കാര്യങ്ങൾക്കൊരു തുടക്കമിട്ടപ്പോൾ തന്നെ അൻവർ പോലും പറഞ്ഞു തുടങ്ങിയത് ഇനി നിയമസഭാ സമ്മേളന കാലം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ മാധ്യമങ്ങളൊരു ഷെഡ്യൂൾ ഇട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അടുത്ത ആഴ്ചയിൽ ഇങ്ങനെയാണ്, നിയമസഭാ സമ്മേളന കാലം മുഴുവൻ പോരാട്ടത്തിൻ്റെ സമയമായിരിക്കും. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ വലിയ സമരങ്ങൾ, അവിടെ ഒരുങ്ങിക്കെട്ടി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതാ വേറെ നിലയിലേക്കായി. അത് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇടക്കാലത്ത് വന്നു നിന്നത്. ഇപ്പോൾ അവിടെ നിന്നും പോയി മുന്നോട്ട്. ഇതിപ്പോൾ മാധ്യമങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. കാര്യങ്ങൾ ഇനി എങ്ങനെ പോകും എന്നൊരു പ്രതീക്ഷയാണ് പ്രകാശ് മാഷുള്ളത്. രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ചീറ്റിപ്പോയല്ലോ, അല്ല കാറ്റുപോയ ബലൂൺ പോലെ ആയല്ലോ. ഇനിയിപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി മലപ്പുറത്ത്, ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ല അനുവദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അല്ലേ, EMSൻ്റെ ഗവൺമെൻറ് അല്ലേ? മലപ്പുറത്തെ ആകെ അപമാനിക്കുന്നു. മലപ്പുറം എന്താ ലീഗിൻ്റെതാ? ഞങ്ങൾക്കില്ലേ മലപ്പുറത്തെ ആളുകൾ? മലപ്പുറം എല്ലാം ലീഗിന് കിട്ടിയിരിക്കുന്ന എന്തോ ഒരു ഒസ്യത്ത പോലെ മലപ്പുറത്തെ പറഞ്ഞിരിക്കുന്നു. മലപ്പുറത്തെ പറയുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് പറയുക എന്നാണ് അർത്ഥം. ഇതെല്ലാം എത്ര ബാലിശമാണ്! രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കാൻ പറ്റുന്ന വാദങ്ങളാണോ ഇവിടെ ഉന്നയിക്കുന്നത്? ലജ്ജിക്കണ്ടേ? ഈ സാംസ്കാരിക കേരളം ലജ്ജിക്കില്ലേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ? മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയുന്ന ആർക്കാണ് അങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം മുസ്ലിങ്ങളെ അപമാനിക്കുന്നു, മലപ്പുറം ജില്ലയെ. പിന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണക്കുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എന്താണ് സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച്
ഇവിടെ ഈ കോഴിക്കോട് വിമാനത്താവളത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? 2022, 23, 24 വർഷം പരിശോധിക്കുമ്പോൾ ഇവിടെ 122.5 കോടിയുടെ ഹവാലപ്പണം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 87.22 കോടി ഉറുപ്പിക മലപ്പുറത്ത് നിന്നാണ്. ഒരു വസ്തുതയല്ലേ? അത് പറയുന്നത് എങ്ങനെയാ? മലപ്പുറത്തെ അവമാനിക്കുക. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നു. കരിപ്പൂരിൽ ഓരോ കൊല്ലവും 22 വന്നിരിക്കുന്നതിൻ്റെ കണക്ക്, 23 വന്നതിൻ്റെ കണക്ക്, 24 വന്നതിൻ്റെ കണക്ക്. കഴിഞ്ഞ 3 കൊല്ലക്കാലം മാത്രം 156 കേസുകളിലായി 123.99 കിലോഗ്രാം 68 കോടി 81 ലക്ഷത്തിൻ്റെ സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കള്ളക്കടത്തായി വന്നു എന്ന് പറഞ്ഞാൽ അത് പറയണ്ടേ? അത് പറയുന്ന ഒരു തെറ്റാണ്. അതെങ്ങനെയാ മലപ്പുറത്തിനെതിരാവുക? മലപ്പുറക്കാരെല്ലാം കള്ളക്കടത്തുകാരാണോ? മലപ്പുറക്കാരെല്ലാം ഹവാലപ്പണം വാങ്ങുന്നവരാണോ? അപ്പോൾ ഉള്ള സത്യത്തെ പറയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ഇത് മലപ്പുറത്തിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്, ലീഗിനെതിരാണ് എന്നെല്ലാം വ്യാഖ്യാനിച്ച് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ വികാരമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നല്ലേ ഇവിടെ പരിശോധിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർ ഇത്രയും കാലം പറഞ്ഞെന്താ? ഇപ്പോൾ അൻവർ പറഞ്ഞല്ലോ, പോലീസ് ഒരു കാരണവശാലും സ്വർണം പിടിക്കേണ്ട കാര്യമില്ല. എന്താ ഇന്നിപ്പോൾ ആ കാര്യം സംബന്ധിച്ച് DGP പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള അതിലെ വകുപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമമാണല്ലോ ഭാരതീയ ന്യായ സംഹിത BNS-ന്റെ സെക്ഷൻ 111(2)(3)(7) ഇതനുസരിച്ച് പോലീസിന് സ്വർണം പിടിക്കാം. പോലീസിന് സ്വർണം പിടിച്ചാൽ കസ്റ്റംസ് പിടിച്ചതിനേക്കാൾ വലിയ കേസാണ്. 1 കോടി ഉറുപ്പിക വരെയുള്ള സ്വർണം കസ്റ്റംസ് പിടിച്ചാൽ അതൊരു ഗൗരവമായ കേസല്ല. എന്നാൽ പോലീസ് പിടിച്ചാൽ അത് കേസാണെന്ന് മാത്രമല്ല അത് നോൺ ബെയിലബിൾ ആണ്, അത് ജാമ്യം പോലും കിട്ടില്ല. അപ്പോൾ ഏറ്റവും ശക്തമായ നിലക്ക് പോലീസ് കേസെടുക്കുന്നു ഹവാലപ്പണത്തിനെതിരായിട്ട്, അതുപോലെ നീ പറയുന്ന കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിനെതിരായിട്ട്. അത് വരുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തുകൊണ്ട് എന്ന് അവരാ പറയേണ്ടത്. ജനങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ബേജാറുമില്ല. സ്വർണം പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് അവർ പറയണം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത്, എന്തുകൊണ്ടാണ് BJPക്ക് പൊള്ളുന്നത്, പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് പൊള്ളുന്നു അവർ പറയണം. അതുപോലെ അൻവർക്ക് എന്തുകൊണ്ടാണ് പ്രത്യേകമായി പൊള്ളുന്നത് അദ്ദേഹം പറയണം. ഇവിടെ അന്യായമായ ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ. ഹവാല പണം പിടിച്ചിരിക്കുന്നു, അതുപോലെ സ്വർണം പിടിച്ചിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. അത് വളരെ അന്യായമായ ഒരു കാര്യമാണ് എന്ന് അൻവർ പറയുന്നു. അത് അൻവറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? 2 സ്വർണ്ണക്കടത്തുകാരിയാണ് ഇവിടെ തെളിവായിട്ട് അദ്ദേഹം ഹാജരാക്കിയത് പത്രക്കാരുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ നല്ലതുപോലെ അവരെല്ലാമായിട്ട് കുറേ കാലമായി ബന്ധമുണ്ട് താൻ എന്നതിനെ പരോക്ഷമായിട്ട് സമ്മതിക്കല്ലേ അൻവറിനെ സംബന്ധിച്ച് ആ കാര്യം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അൻവർ ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളോട് തന്നെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അദ്ദേഹം ചെയ്യുമോ എന്നുള്ളത് പത്രക്കാർ ചോദിക്കണം. അതല്ലേ ധാർമ്മികമായിട്ട് പത്രപ്രവർത്തനത്തിന്റെ ഭാഗമാണ് നടക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും ആ ചോദ്യം എന്തുകൊണ്ട് വരാതെ പോകുന്നു എന്നുള്ളിടത്താണ് ഈ സെലക്റ്റീവായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം ചർച്ചയാകുന്നത്. M. ജയചന്ദ്രൻ ഇപ്പോൾ വയനാടിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് സർക്കാർ കൊടുത്ത എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായപ്പോൾ എങ്ങനെയാണ് തിരുത്തേണ്ടി വന്നത്, ഓരോ മാധ്യമത്തിനും മിനിറ്റ് വെച്ച് തിരുത്തേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഈ മാധ്യമങ്ങളെക്കുറിച്ച് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊക്കെ ഉത്തരം പറയേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോഴാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഓരോന്നായിട്ട് പിന്നെയും വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച കാര്യങ്ങളിൽ പോലും ഹിന്ദുവിനെ പോലൊരു പത്രത്തിന് ഖേദിക്കേണ്ടി വരുന്നു. മാധ്യമ പ്രവർത്തനത്തിൽ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇനി കേസെടുക്കുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പോവുക എന്നൊക്കെ എങ്ങനെ അതിനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങളായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഇന്ന് KT ജലീലിൻ്റെ പേരിൽ ഉള്ള വാർത്താ സമ്മേളനത്തിലും മാധ്യമങ്ങൾ വീണ്ടും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ ഉയർന്നു വന്നതുപോലെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമ ഗുണ്ടായിസം എന്നാണ് അതിനെ വിളിക്കേണ്ടത് എന്ന അർത്ഥത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഇതിങ്ങനെ മാധ്യമങ്ങൾ സമ്മതിച്ചു തരുമോ? ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഇനി അങ്ങോട്ട് സമ്മതിച്ചു തരുമെന്ന് കാണുന്നുണ്ടോ? അവർ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക? പ്രതിപക്ഷത്തെക്കാൾ വലിയ പ്രതിപക്ഷമായി രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ പോവുക എന്നൊരു പദ്ധതിയല്ലേ ഇനി കാണാൻ സാധിക്കൂ? അതെ ഡോക്ടർ ലാൽ, എന്താണെന്നറിയാമോ, ഇത് ഒരു അവർ തന്നെ PV അൻവർ തന്നെ വീണ ഒരു കുഴിയുണ്ട്. അത് ഈ പ്രശ്നങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു. ആ കുഴി എന്താണെന്നറിയാമോ? 3-4 ദിവസം മുമ്പാണ് PV അൻവർ പറഞ്ഞത്, ഇനി എനിക്ക് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമെന്ന പ്രതീക്ഷയില്ല.
അതുകൊണ്ട് ഞാനിനി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്ന് തിങ്കളാഴ്ച. ഇതിപ്പോൾ ബുധനാഴ്ചയായേ, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് ബുധനായി. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കൊണ്ട് നേരെ അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയാണ്. അപ്പോൾ അന്ന് ഞാൻ വേറൊരു ചാനൽ പറഞ്ഞു, ഇത് ഹൈക്കോടതിയുടെ വരാന്ത പോലും കയറില്ല. എന്ത് എവിഡൻസാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളിന്മേൽ? ഇൻക്ലൂഡിങ് പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടക്കം പോകുമെന്നാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്? എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല, താങ്കളെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഹൈക്കോടതി പോകുമെന്ന്, താങ്കൾ പോകുന്നില്ലേ എന്ന് ഒരു മാധ്യമപ്രവർത്തകനും ചോദിക്കുന്നില്ല. ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സാറേ, നമ്മൾ കാണുന്നത് ഈ പരാതി കേൾക്കുമ്പോൾ തന്നെ വമ്പൻ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യാണ്. അതെങ്ങനെയാണ് സാധിക്കുക? താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ, താങ്കളുടെ പത്രത്തിൽ ഈ വാലും തുമ്പും ഇല്ലാത്ത കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് വരുമ്പോൾ വമ്പൻ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ കൊടുക്കുക? അല്ല, അത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടല്ലോ, അങ്ങ് സെറ്റ് ചെയ്യല്ലേ. ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ, ഈ മതിപ്പ് ചെലവ് എന്നാണ് എസ്റ്റിമേറ്റിൻ്റെ മലയാളം. മതിപ്പ് ചെലവെന്നാണ്. അതിനെ ചെലവായ തുക, എക്സ്പെൻഡിച്ചർ എന്നാക്കുന്നതിൻ്റെ കൗശലം എന്താണ്? മതിപ്പ് ചെലവിനെ ചെലവായ തുകയായിട്ട് മാറ്റുന്നതിൻ്റെ കൗശലം അതാണല്ലോ. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലല്ലോ, അനക്കമില്ല, മിണ്ടാട്ടമില്ല, ആർക്കും ചോദ്യവും ഇല്ല, ഉത്തരങ്ങളും വേണ്ട. അതാണല്ലോ. പിന്നെ ഇപ്പോൾ വരുന്നത് എന്താണ്? ഇപ്പോൾ PR വർക്ക്. ഞാൻ ഒരുപക്ഷെ ശ്രീകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ മേക്ക് ഓവർ ഇത്തവണത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവായല്ലോ, ലോക്സഭാ പ്രതിപക്ഷ നേതാവായി. എന്താണ് അതിൻ്റെ പുറകിൽ? സ്വാഭാവികമായിട്ടും ഞാനത് പലരും താല്പര്യമുള്ള പലരും അന്വേഷിച്ചിട്ടുണ്ടാവും, ഞാനും അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രസംഗമടക്കം അപ്പോഴും പിന്നീടും ചെയ്യുന്നത് സാം പിത്രോഡയുടെ ടീമാണ്, സാം പിത്രോഡയും ടീമുമാണ്. അതാണ്, അതായത് രാഹുൽ ഗാന്ധിയുടെ PR നിർവഹിക്കുന്നത് സാം പിത്രോഡ ടീമാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ ഗുണപരമായ മാറ്റങ്ങൾ കേട്ടോ, ഞാനത് നെഗറ്റീവായിട്ട് കാണുന്നില്ല. അത് ഗുണപരമായ മാറ്റങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ മേക്ക് ഓവറിലുള്ളത്, ഈ പുതിയ ഇലക്ഷനിലുള്ളത്. 18 ലോക്സഭയിൽ അങ്ങോട്ട് മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റത്തിന് പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത് പിത്രോഡയാണ്. ഓക്കെ, നല്ല കാര്യം. കോൺഗ്രസ്സിന് അത് അത്രത്തോളം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? കേരളത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തോ PR ചെയ്തു, അതേതാണ്ട് മഹാപാതകമാണ് എന്നുള്ള ഈ അന്തസ്സാരശൂന്യമായ തുച്ഛമായ തർക്കത്തിലാണ്. പ്രശ്നം അവിടെ അല്ലെന്ന്. ആ പ്രശ്നം അതല്ല. അടിസ്ഥാന പ്രശ്നം എന്താ? മലപ്പുറത്തെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നുള്ളതാണല്ലോ. മുഖ്യമന്ത്രി അപമാനിച്ചില്ല എന്ന് ഇന്നലെ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ക്ലിയറായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നെ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കടിച്ചു തൂങ്ങാനും കഴിയില്ല. പിന്നെ കൊണ്ടുവരാവുന്ന എന്താണ്? പിന്നെ കൊണ്ടുവരാവുന്ന ഒരു ഒറ്റ അജണ്ടേ ഉള്ളൂ, PR അജണ്ട. PR അജണ്ട എന്ത് കാര്യത്തിനാണ്? ആ മുഖ്യമന്ത്രി ഒരു ജില്ലയെ അപമാനിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വാർത്തയുടെ ന്യൂക്ലിയസ് എങ്കിൽ, അതാണ് ഫോക്കസ് എങ്കിൽ അതിൽ നിൽക്കുമെന്ന്. അതിൽ നിൽക്കണ്ടേ? നിങ്ങൾക്കത് കഴിയുന്നില്ലല്ലോ. പകരം ഹിന്ദു പത്രത്തിൻ്റെ PR, ആ PR ഏതാണ്? അതിൻ്റെ കൂടെ ഒരു മുൻ MLA യുടെ മകനുണ്ടല്ലോ. ഇത്തരത്തിലുള്ള തുച്ഛമായ കാര്യങ്ങളുമായിട്ട് എങ്ങോട്ടാണ് ഇവർ ഓടിപ്പോകുന്നത്? എന്തെങ്കിലും നേടാനാണോ? അതുകൊണ്ട് PR വർക്കിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവർ ഉന്നയിച്ചുകൊണ്ട് വന്ന പ്രശ്നം അതല്ലല്ലോ. ഉന്നയിച്ച പ്രശ്നം എന്താ? മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിലൂടെ അപമാനിച്ചു. അത് ബോധപൂർവ്വ നടപടിയായിരുന്നു. അതല്ലെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ലാത്തപ്പോൾ, അതിന് മറുപടി ഇന്നും ഇല്ലാത്തപ്പോൾ, ഇന്നും എടുക്കുന്ന വിഷയം അവിടെയാണ്. PR വിഷയമാണ്. PR വിഷയം കൊണ്ട് ആർക്ക് എന്താണ് പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? ഇവരെന്തെങ്കിലും അതുകൊണ്ട് നേടാൻ പോകുന്നുണ്ടോ? ഉണ്ടെന്നേ. മുൻ MLA യുടെ മകൻ പോയിട്ടുണ്ടാവും. അയാൾ വെറുതെ ഇവിടുന്ന് ഡൽഹിക്ക് പോയതല്ല. ഡൽഹിയിൽ അയാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്, ഹൈദരാബാദിൽ. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അവരുടെ കുടുംബം തന്നെ CPM കുടുംബമാണ്. ഇടതുപക്ഷ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാവും, സ്വാഭാവികമല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും അനധികൃതമായിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ആ ചെറുപ്പക്കാരൻ? ഇല്ലല്ലോ. അങ്ങനെ ഒരു പത്രം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള ഈ കുതർക്കങ്ങളിലേക്ക് വരുന്നത്? അപ്പോൾ പ്രശ്നം അതല്ല, ഇവരുടെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോയി. മുഖ്യമന്ത്രിയെ ഈ മലപ്പുറം വിവാദത്തിൽ തളച്ചിടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പുതിയ വിവാദത്തിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. മുൻ MLA യുടെ മകൻ ഏതാണ്ടൊക്കെ വലിയ കാര്യങ്ങൾ, എന്ത് കാര്യം ചെയ്തതാണ്? എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ പ്രിയ സുഹൃത്തെ ശ്രീകുമാർ? മുൻ MLA യുടെ മകൻ ചെയ്തു കൊടുത്തു എന്ന് പറയാനായിട്ട് ഒന്നുമില്ലല്ലോ. എന്തിനാണ് നിങ്ങളെപ്പോലുള്ളവർ, ഞാൻ താങ്കളെ ചോദിക്കുന്നുള്ളൂ, ബാക്കി രാഷ്ട്രീയക്കാർ അവരുടെ വഴിക്ക് വിട്ടേക്കുക.
അവർക്ക് അവരുടെ അജണ്ട ഉണ്ടാവും. പക്ഷേ പിന്നെ നമ്മളൊക്കെ നിൽക്കുന്ന ഒരു ഫീൽഡ് ഉണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ മെറിറ്റോറിയസ് അല്ലാത്ത വർത്തമാനം എങ്ങനെ പറയാൻ പറ്റും? ഏതൊരു വിഷയത്തിൽ നമുക്ക് വർത്തമാനം പറയാം, എത്ര വേണമെങ്കിലും പറയാം, എങ്കിലും ഈ നെഗറ്റീവ് ടോക്ക് തന്നെയായിട്ട് പോകാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. ശ്രീ എൻ ശ്രീകുമാർ, ദാ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നേരത്തെ പ്രകാശ് മാഷ് ചോദിച്ചത്. ഈ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയൊക്കെ ഈ സ്വർണം പിടിക്കുക അല്ലെങ്കിൽ ഹവാല പണം പിടിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടപെട്ട് അവർക്ക് പൊള്ളുന്നത് പോലെ പെരുമാറുന്നത് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രിയും ചോദിച്ചതാണ്. എന്താണ് അവർ കോൺഗ്രസിന് ഇതിനകത്തുള്ള റോൾ എന്താണ്? അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കുറേ കണക്കുകൾ പറഞ്ഞു. ആ കണക്കുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളല്ലേ. കോൺഗ്രസ് പറഞ്ഞത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചാണ്. അൻവറാണ് സ്വർണ്ണക്കടത്തും. അല്ല, അപ്പൊ കോൺഗ്രസിന് ഇതിനകത്ത് ഈ സ്വർണം പിടിച്ചതിനകത്ത് പരാതിയില്ലേ? ഇങ്ങനെ സ്വർണം പിടിക്കുന്നതിനെ കുറിച്ച് പരാതിയില്ലേ? ഇങ്ങനെ ഓരോ ജില്ലയിലും ഇത്ര പിടിക്കുന്നു എന്ന് പറഞ്ഞ കണക്കിൽ അതൃപ്തിയില്ലേ? അത് എന്തിന്? അതായത് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളിലല്ലല്ലോ പ്രശ്നം. അതായത് ADGPയുമായി ബന്ധപ്പെടുത്തി അൻവർ പറഞ്ഞ ആരോപണങ്ങളിലാണല്ലോ കോൺഗ്രസും പ്രതിപക്ഷവും അഭിപ്രായം പറയുന്നത്. അല്ലാണ്ട് പോലീസുകാർ നടത്തുന്ന മറ്റേ കള്ളരെ പിടിക്കുന്നതിൽ നമുക്ക് കോൺഗ്രസിന് എന്താ കാര്യം? അല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ വിവാദമാക്കിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആ കാര്യം തിരുത്തിയിട്ടുണ്ട്, ഹിന്ദു പത്രം ഉൾപ്പെടെ തിരുത്തി. പക്ഷെ നിങ്ങൾ വിവാദം ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചത് മലപ്പുറത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇത്ര കിലോ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ. ആ സ്വർണം പിടിച്ചതിനെക്കുറിച്ച് എന്തോ പരാതി ഉണ്ടോ അപ്പോൾ കോൺഗ്രസിന്? അല്ലെങ്കിൽ ഹവാല പണം വന്നതിനെക്കുറിച്ച് പരാതി ഉണ്ടോ? മലപ്പുറത്തെ കൂടുതൽ പിടിച്ചത് മലപ്പുറത്താണെന്നും ആ പണം മറ്റേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നുമുള്ള പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും പ്രതിപക്ഷമൊക്കെ അവരുടെ പ്രതികരണം നടത്തി കഴിഞ്ഞു. അതോടെ നിൽക്കട്ടെ. പ്രതികരണം നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതല്ല എന്ന് തെളിഞ്ഞപ്പോ അത് PR ഏജൻസി വഴി ഹിന്ദുവിനുണ്ടായ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഹിന്ദു മാപ്പും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ ഏത് വഴിക്കാണ് ഇപ്പൊ പോകുന്നത് ചർച്ച? ഡോക്ടർ ലാൽ എന്തി പറയണത്? ദ ഹിന്ദു പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ CPM അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരിത് പറയണമെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മിണ്ടിയിട്ടില്ല ഇതുവരെ, ഈ രാത്രി 9 മണി വരെ. ഹിന്ദു പത്രം പറഞ്ഞ എന്താണ്? ഒരു PR ഏജൻസിയാണ് ഞങ്ങൾക്ക് ഈ അഭിമുഖം തരപ്പെടുത്തി തന്നത്. PR ഏജൻസി അല്ലെന്നാണല്ലോ CPM പറയുന്നത്. അല്ലെങ്കിൽ അല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയട്ടെ. അല്ല, അത് ഹിന്ദുവിന്റെ പ്രശ്നമല്ലേ? എന്തായാലും ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. ഹിന്ദു പത്രം അത് തെറ്റായി അടിച്ചു എന്ന് പറഞ്ഞാൽ അവർ തന്നെ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. പ്രശ്നം അപ്പോൾ ഹിന്ദുവിൻ്റെ കയ്യിലാണ്. നിങ്ങൾ ഹിന്ദുവിനോടല്ലേ ചോദിക്കേണ്ടത്, കോൺഗ്രസ് അല്ല. ഹിന്ദുവിൻ്റെ അല്ല, ഹിന്ദു പറഞ്ഞത് ശരിയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയണം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഹിന്ദുവിന്റെ വാർത്തയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും CPM പത്രം മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിക്ക് അല്ല, ഇതൊരു PR ഏജൻസിയെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചതാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ PR ഏജൻസിയോട് ചോദിച്ചാൽ പോരെ? കത്തെഴുതേണ്ട ആവശ്യം എന്താണ് ഹിന്ദുവിന്? അത്ര ബോധ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഞങ്ങളാണ് ഈ PR ഏജൻസിയെ നിയമിച്ചത് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന് കത്തെഴുതിയത്? അതിൽ നിന്ന് വ്യക്തമല്ലേ ആ കാര്യം? അത് തന്നെയാണ് വടി കൊടുത്ത് അടി മേടിച്ചു എന്ന് പറയുന്നതിന്റെ പച്ച മലയാളം. വടി കൊടുത്ത് അടി പറയുന്നത് മാത്രമാണ്. ഈ വടിയും കണ്ടില്ല, അവിടെ അടി മേടിച്ചത് നമ്മൾ കണ്ടില്ല. അടി ഇപ്പൊ മേടിച്ചത് ഇതിന്റെ പേരിൽ, ഈ വാർത്തയുടെ പേരിൽ അടി ഉണ്ടാക്കാൻ പോയവരാണ് മേടിച്ചത്. എൻ്റെ ലാലെ, വെറുതെ ബസ്സിൽ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ജനങ്ങളെല്ലാം അറിഞ്ഞു. ഞാൻ 2-3 പ്രസക്തമായ കാര്യങ്ങൾ പറയട്ടെ. മാധ്യമ ഗുണ്ടായിസം എന്നിവിടെ എൻ്റെ സുഹൃത്ത് ജയന്തനും പ്രകാശ ഭാഷയൊക്കെ പറഞ്ഞല്ലോ. മാധ്യമ ഗുണ്ടായിസം എന്തായാലും ഉമ്മൻചാണ്ടിക്കെതിരെ മാധ്യമ ഗുണ്ടായിസം അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരിക്കില്ലല്ലോ. മാധ്യമ ഗുണ്ടായിസം നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് മാധ്യമ ഗുണ്ടായിസമാണ് എന്ന് ഇപ്പോഴെന്തായാലും CPM സമ്മതിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ഇങ്ങനെയാണെങ്കിൽ. അതോടെ നിൽക്കട്ടെ. പിന്നെ
ഈ സാം പിട്രോഡ എന്ന് പറഞ്ഞ ജയേന്ദ്രൻ കോൺഗ്രസിൻ്റെ മറ്റേ മെമ്പറാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓവർസീസ് കോൺഗ്രസിൻ്റെ നേതാവുമാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുത്തതുമാണ്. അദ്ദേഹം പാർട്ടിക്കാരനാണ്, പാർട്ടി പ്രവർത്തനമാണ്. ഇനി അല്ലെങ്കിൽ തന്നെ PR ഏജൻസികളെ കോൺഗ്രസ് അതുപോലെ എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നം അതല്ല, മുഖ്യമന്ത്രി PR ഏജൻസി ഉപയോഗിച്ചോ ഇല്ല എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രിയുടെ ആഫീസ മറുപടി പറയേണ്ടത്. അത് ഇന്ന് രാവിലെ റിയാസും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ആഫീസ പറയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റു കാര്യം എന്താ വെച്ചാൽ, ഈ നമ്മൾ മറുപടി പറയാതെ പോകുമ്പോഴേ ഈ പ്രശ്നമുള്ളത്. ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. PR ഏജൻസിയെ വെച്ചോ ഇല്ലേ, അതിന് ഉത്തരം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ആ കാര്യം ഇല്ല എന്ന് പ്രകാശ് മാഷ് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അത് പോരാ, അത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് പറയണം. ഇനി അഥവാ PR ഏജൻസി ഉണ്ടെങ്കിലും അതിനകത്ത് എന്ത് ചെയ്യാനാണെന്നുള്ള ചോദ്യം അറിഞ്ഞു കിട്ടിയാൽ മതി. നിങ്ങൾക്ക് പറയുന്ന സമയത്ത് കൃത്യമായി ആ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രി ആകണം എന്നാണ് നിങ്ങളുടെ വാശി. അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മുഖ്യമന്ത്രിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടേണ്ട സമയത്തേ കിട്ടുള്ളൂ. പ്രകാശ് മാഷേ, എന്താണ് N. ശ്രീകുമാറിനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ചെയ്യാനുള്ളത് അവരുടെ നിലപാട് എന്താണുള്ളത് വ്യക്തമാണോ? ഇതിൽ മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ എനിക്ക് PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ PR ഏജൻസി ആരുടേതാണെന്ന് ചോദിക്കുന്നത് ഹിന്ദുവിനോടാണ്. അവർ ഹിന്ദുവിനോട് ചോദിച്ചോളട്ടെ, ഈ PR ഏജൻസി ആരാണ് നിശ്ചയിച്ചത്, എങ്ങനെ അഭിമുഖം വന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പൊതുയോഗത്തിൽ. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഹിന്ദുവിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പത്രപ്രവർത്തകയാണ് വന്നിട്ട് വാർത്ത എഴുതിയെടുത്തത്. ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലില്ലാത്തൊരു കാര്യം വന്നപ്പോൾ എൻ്റെ ഓഫീസ് അവർക്ക് പരാതി അയച്ചു. ആ പരാതി സ്വീകരിച്ചുകൊണ്ട് അവർ ഖേദം പ്രകടിപ്പിച്ചു. ഇത്രയും കാര്യമല്ലാതെ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? എന്നിട്ടും ചില പത്രം പറയുന്നത് എന്താ, അവിടെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സുബ്രഹ്മണ്യനെ നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല. എൻ്റെ കൂടെ MLA ആയിട്ട് TK ദേവകുമാറിൻ്റെ പുത്രനാണ് അദ്ദേഹം. CPM ആയിരുന്നു ആലപ്പുഴയിൽ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സുബ്രഹ്മണ്യൻ. അദ്ദേഹം നേരത്തെ SFIയുടെ നേതാവാണ്. ഇപ്പോഴും കുറച്ചു കാലമായിട്ട് പ്രശാന്ത് കിഷോറിൻ്റെ ഉടമസ്ഥതയിലുള്ള തെരഞ്ഞെടുപ്പ് നയതന്ത്ര സ്ഥാപനമായിട്ടുള്ള IPAC അതിൻ്റെ സ്ട്രാറ്റജി റിസർച്ച് ടീമിൻ്റെ ആളാണ്. അദ്ദേഹം അവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നു. അതുപോലും എന്തോ PR വർക്കിന് വേണ്ടി വന്നതാണ് തെറ്റായ നിലക്ക് ചിത്രീകരിക്കല്ലേ മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് ന്യായമല്ല എന്നെങ്കിലും അവർ പറയണ്ടേ? ഇവർ എന്തായി മാധ്യമങ്ങൾ ചെയ്യുന്നത്? ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കുക, അസത്യമായ കാര്യം പ്രചരിപ്പിക്കുക, അർദ്ധസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അതിന് സപ്പോർട്ടീവായിട്ട് അനുബന്ധ വാർത്ത ഉണ്ടാക്കുക. ഇതൊന്നും മാധ്യമപ്രവർത്തനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നുമല്ല മാധ്യമപ്രവർത്തനം. ഉള്ള കാര്യം പറയണം. എത്ര ഇപ്പോൾ നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യം. ഇവിടെ നിങ്ങൾ പറയുന്നത് ഉള്ള കാര്യമല്ല, കളവ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്, വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. മാധ്യമത്തിൻ്റെ പ്രവർത്തനം വാർത്ത സൃഷ്ടിക്കലല്ല, വാർത്ത പ്രചരിപ്പിക്കലാണ്. ഇവിടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഗൂഢോദ്ദേശത്തോടെ പ്രതിപക്ഷത്തിന് വേണ്ടി വാർത്ത ഉണ്ടാക്കുകയാണ്. അത് മാധ്യമപ്രവർത്തനമല്ല, അതവർ സമ്മതിക്കണം. ഇനി തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കണം. ഇവിടെ ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നത്തിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യാലോ സമ്മതിച്ചോ? ഹിന്ദുവിൻ്റെ വിഷയത്തിൽ തെറ്റുപറ്റിയതാണല്ലോ സമ്മതിച്ചോ? അപ്പോൾ ഒരു തെറ്റു സമ്മതിക്കില്ല. ഇവിടെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെയും CPMനെയും വേട്ടയാടാൻ കഴിയുമെങ്കിൽ എന്ത് അന്യായവും പ്രചരിപ്പിക്കാം. ഇത് യഥാർത്ഥ മാധ്യമപ്രവർത്തനമല്ല, ഇത് കേരളത്തിൽ മാത്രം കാണുന്ന നിലയാണ്. ഇപ്പം ഹിന്ദുവിനൊരു കത്തയച്ചപ്പോൾ അവർ ഉടനെ തന്നെ അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പത്രവാർത്ത കൊടുത്തല്ലോ. ആ ഒരു നിലപാടാണോ ഇവിടെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്? ഇവിടെ മാധ്യമ വേട്ടയല്ലേ നടക്കുന്നത്. അവർ ലക്ഷ്യം തന്നെ മുഖ്യമന്ത്രിയല്ലേ. എത്ര കാലമായി? ഏതാണ്ട് 4 കൊല്ലക്കാലമായിട്ട് മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താൻ, അതുപോലെ അദ്ദേഹത്തിനെതിരായിട്ട് കള്ളവാർത്തകൾ ഉണ്ടാക്കാൻ എത്ര ജാഗ്രതയോടെയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിനും BJPക്കും വേണ്ടി കേരളത്തിൽ ഇടപെടുന്നത്. ഇത് അന്യായമാണ് എന്ന് അവർ തിരിച്ചറിയണം. അല്ലെങ്കിൽ അവർ അന്യായമാണ് ചെയ്യുന്നത്, മാധ്യമങ്ങളുടെ വിശ്വാസം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, M. ജയചന്ദ്രൻ, ഈ ചർച്ചയുടെ അവസാനത്തെ ഒരു 1.5 മിനിറ്റിൽ KT ജലീലിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്നിപ്പോ ഏതാണ്ട് കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ച് മടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ പ്രതിപക്ഷവും ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് എങ്ങനെയായിരിക്കും നാളെ മുതൽ പോവുക എന്നുള്ള കാര്യം കൗതുകപൂർവ്വം നോക്കിയിരിക്കുകയാണ്. അൻവർ ഒറ്റയ്ക്കാകുമോ അതോ ഇനിയിപ്പോൾ നിലമ്പൂർ ആയിഷ കൂടി ഉണ്ടെന്ന് നേരത്തെ N. ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു. ഒരു നാടകമായി പര്യവസാനിക്കുമോ കാര്യങ്ങളെല്ലാം? പിന്നെ ഡോക്ടർ ലാല്, ഇപ്പോൾ ശ്രീകുമാർ പിന്നെ മറ്റേ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അത് ചേർത്തങ്ങ് പറഞ്ഞ് നിർത്തിയേക്കാം. 2014 അന്ന് MLA ആയിരുന്ന VD സതീശനാണ് പറഞ്ഞത്, ഇത് വെറും കള്ളന്മാരുടെ അല്ല, കാട്ടുകള്ളന്മാരുടെ ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അന്ന്. ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി ഇന്നത്തെ പ്രതിപക്ഷ നേതാവുന്ന MLA ആയിരുന്നു കോൺഗ്രസിൻ്റെ, അദ്ദേഹം പറഞ്ഞതാണ്. ഡേറ്റ് വേണമെങ്കിൽ അതോടെ ഞാൻ പറയാം, തൽക്കാലം അത് പറയുന്നില്ല, വർഷം മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും
പക്ഷേ അതല്ല പിന്നെ MLA ആയിരുന്ന VD സതീശൻ അന്ന് പറഞ്ഞതല്ല ഇന്ന് ഡോക്ടർ KT ജലീൽ തവനൂർ MLA ഇന്ന് മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അന്തസ്സായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹത്തിന് നിഷേധാത്മകമായ ഒരു കാര്യങ്ങളും പറയാനില്ല. ചില വിഷയങ്ങളിൽ ഇപ്പോൾ ADGPയുടെ കാര്യം അടക്കം പറഞ്ഞു. അത്തരം വിഷയങ്ങളിൽ വിമർശനമുണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിക്കുകയാണ്. റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കാൻ അൻവറും തയ്യാറാകണമായിരുന്നു എന്നത് അടക്കം പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ LDFനും CPMനും മുഖ്യമന്ത്രിക്കും എതിരല്ല. എന്നിട്ട് അതുകൊണ്ട് നിർത്താൻ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് കേരളത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വർഗീയതയെ എതിർക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ LDFനും മുഖ്യമന്ത്രിക്കും കേരളത്തിൽ. അതുതന്നെയാണ് ഇന്നത്തെ ഡോക്ടർ ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യെസ് തീർച്ചയായിട്ടും. എന്തായാലും KT ജലീൽ ഇന്ന് വലിയ താരമായി നാളത്തെ പല പ്രമുഖ മാധ്യമങ്ങളുടെയും തലക്കെട്ടായി മാറിയേനെ, പത്രങ്ങളുടെയും ഇന്നത്തെ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമായേനെ. പക്ഷേ എനിക്ക് ഇന്ന് തോന്നുന്നത് ഇന്ന് രാത്രിയിലത്തെ ചർച്ചയിൽ കൈരളി ഒഴിച്ച ആരും KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. അത് ഒരു വല്ലാത്ത ദൗർഭാഗ്യകരമായ അവസ്ഥയായിപ്പോയി. ജലീലിനല്ല, ഈ മാധ്യമങ്ങൾക്ക് അടിച്ചു വെച്ചതൊക്കെ മാറ്റിവെക്കേണ്ടി വന്ന ഒരു വല്ലാത്ത സാഹചര്യം. ഇത് നാളെയും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷമല്ല, പിണറായി വിജയനല്ല, സർക്കാരല്ല, മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളെ മാത്രം പറയുന്നില്ല, ഈ വിഷയങ്ങളെടുത്ത് സർക്കാരിനെതിരെ പ്രതികരിക്കാനായി സമരം നടത്താനായി ഒരുങ്ങുന്ന പ്രതിപക്ഷവും കരുതി തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. മാധ്യമങ്ങളെ വിശ്വസിച്ചാൽ ഇതുപോലെ കുഴിയിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് M പ്രകാശൻ മാസ്റ്റർ, N ശ്രീകുമാർ, M ജയചന്ദ്രൻ. ന്യൂസ് അവസാനിക്കുന്നു.